ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഈ വലിയ നോമ്പിൻ്റെ 5-ാം ദിനം നമുക്ക് ഒരുമിച്ചുള്ളതായ ചിന്തയ്ക്കും ധ്യാനത്തിനുമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 28-ാമത്തെ വാക്യവും 3-ാമത്തെ അധ്യായം 8-ാം വാക്യവും. Letter of Paul to Romans, chapter 2, verse 28 and chapter 3, verse 8. ആത്മവിമർശനമാണ് നോമ്പുകാല ചര്യകളിൽ അങ്ങേയറ്റം പ്രാധാന്യം അർഹിക്കുന്നത്. സത്യത്തിൻ്റെ സ്വരൂപം ദൈവവചനത്തിലൂടെയും യേശുവിലൂടെയും അനുഭവമാക്കിയവർ അവ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാതിരുന്നാൽ ദൈവത്തെ ദുഷിക്കുകയാണ് ചെയ്യുന്നത്. 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായം 16 മുതൽ 24 വരെയുള്ളതായ വാക്യങ്ങളിൽ കർമ്മേൽ പർവ്വതത്തിൽ ഏലിയാവ് കാട്ടിയ വിശ്വാസധീരതയും ആത്മബലവും പ്രകടമാക്കുവാൻ ഇന്നും ദൈവം നമ്മെ വെല്ലുവിളിക്കാറുണ്ട്. ബാഹ്യമായ അടയാളങ്ങളെ അതിൽ തന്നെ പൂർണ്ണതയുള്ളതായി കാണുകയല്ല, പിന്നെയോ അവയുടെ ആന്തരികമായ അർത്ഥവും നിരന്തരമുള്ള അവയുടെ സംവേദനങ്ങളും സ്വീകരിക്കുകയാണ് ഇന്നിൻ്റെ ആവശ്യം. ആന്തരികമായി അനുഭവിക്കുന്ന പരിശുദ്ധാത്മ പ്രചോദനമാണ് ആത്മീക ജീവിതത്തിൻ്റെ യഥാർത്ഥ ഉറവിടം. പരിശുദ്ധാത്മ പ്രചോദനം സമൃദ്ധിയായി ഉണ്ടാകുന്നുവെങ്കിലും അതിനെ പ്രതിരോധിക്കുന്ന മനോഭാവം മാറ്റിക്കളയുവാൻ പ്രിയരെ ഈ നോമ്പുകാല ചര്യകൾ പ്രയോജനമാകണം. പ്രതിരോധ മതിലുകൾ തിരിച്ചറിയുവാനും ആ പ്രതിരോധ മതിലുകളെ ഇടിച്ചു കളയുവാനും ബലം പ്രാപിപ്പാനും ഈ നോമ്പുകാല ചര്യകൾ ഇടയാകണം. പ്രിയരെ, വചന ലഭ്യതയാണ് ആത്മീക ജീവിതത്തിൻ്റെ വലിയ പദവി. വചന ലഭ്യതയാണ് ആത്മീക ജീവിതത്തിൻ്റെ വലിയ പദവി. യഹൂദന്മാരുടെ പദവി ന്യായപ്രമാണം അവർക്ക് ലഭ്യമായിരുന്നു എന്നതാണ്. ദൈവഹിതവും ദൈവിക ശൈലിയും നമുക്ക് വ്യക്തമാക്കി തരുന്നതാണ് ദൈവത്തിൻ്റെ വചനം. പാപത്തിൽ മനസാക്ഷിമൃതമായിരുന്ന ദാവീദിനെ നാഥാൻ പ്രവാചകൻ സന്ദർശിച്ച് ദൈവിക ആലോചന നൽകിയപ്പോൾ ദൈവം നൽകിയ ശിക്ഷയെ ദൈവിക ശിക്ഷണമാക്കി സ്വീകരിക്കുകയും നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ പുതുക്കണമേ എന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുകയുമാണ് ചെയ്തത്. ഈ നോമ്പുകാലത്തിൽ വചന വെളിച്ചത്തിൽ ആത്മവിമർശനം നടത്തി ശുദ്ധീകരിക്കപ്പെടുവാൻ നമുക്ക് ഇടയായി തീരണം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ബാഹ്യ പ്രതീകങ്ങളെ അതിൽ തന്നെ പൂർണ്ണതയുള്ളതായി കാണുന്ന അന്ധതയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. വചനത്താലും പരിശുദ്ധാത്മ കൃപയാലും നിരന്തരം ഞങ്ങളുടെ ഉള്ളങ്ങളെ പുതുക്കുന്ന ദൈവിക സംവേദനങ്ങൾ സ്വീകരിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്നേഹത്തോടെ ജോയൽ അച്ഛൻ.